നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. സൂപ്പർ താരം കിലിയൻ എംബപ്പയ്ക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിമർശനങ്ങൾക്ക് കയ്യും കണക്കുമില്ല. അതായത് റയൽ മാഡ്രിഡിൽ പ്രതീക്ഷിച്ച രൂപത്തിലുള്ള ഒരു തുടക്കം ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. വലിയ മത്സരങ്ങൾ ഒരുപാട് എംബപ്പെ കളിച്ചു, എന്നാൽ അതിലൊന്നും തന്നെ തിളങ്ങാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ലിവർപൂളിനെതിരെയുള്ള മത്സരത്തിൽ നിർണായകമായ ഒരു പെനാൽറ്റി എംബപ്പെ പാഴാക്കുകയും ചെയ്തിരുന്നു. ഇതോടുകൂടി വിമർശനങ്ങൾ അധികരിക്കുകയും ചെയ്തിരുന്നു. മുൻ ഫ്രഞ്ച് താരവും ഫുട്ബോൾ നിരീക്ഷകനുമായ ജെറോം റോത്തൻ ഇപ്പോൾ എംബപ്പയ്ക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് എംബപ്പെ ഇപ്പോൾ വെറുമൊരു സാധാരണ താരം മാത്രമായി മാറി എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ ഖത്തർ വേൾഡ് കപ്പ് ഫൈനലിന് ശേഷം എംബപ്പയുടെ ഫോമിൽ കാര്യമായ ഇടിവ് സംഭവിച്ചു എന്നും അദ്ദേഹം ആരോപിച്ചിട്ടുണ്ട്. റോത്തൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഖത്തറിലെ വേൾഡ് കപ്പ് ഫൈനലിന് ശേഷം എംബപ്പെ പിറകോട്ടാണ് സഞ്ചരിക്കുന്നത്. അതിനുശേഷം ഒരുപാട് ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ടെങ്കിലും മികച്ച പ്രകടനം നടത്തി എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. കഴിഞ്ഞ ലിവർപൂളിനെതിരെയുള്ള മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം മോശമായിരുന്നു. ഇത്തരം വലിയ മത്സരങ്ങളിൽ അദ്ദേഹത്തിൽ നിന്നും കൂടുതൽ മികച്ച പ്രകടനം ആവശ്യമാണ്. എന്നാൽ നിലവിൽ എംബപ്പെ ഒരു സാധാരണ താരം മാത്രമാണ്. ഇത് കഴിഞ്ഞ 3 മാസത്തെ മാത്രം കാര്യമല്ല, കഴിഞ്ഞ 1.5 വർഷമായി ഇത് തന്നെയാണ് സ്ഥിതി. എംബപ്പയുടെ ബലഹീനതകൾ കൃത്യമായി വിലയിരുത്താൻ നമുക്ക് കഴിയും. ഇന്ന് ഒരുപാട് കാര്യങ്ങളിൽ അദ്ദേഹത്തിന് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിലെ ലോകത്തിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ നമുക്ക് നിലവിൽ എംബപ്പയെ ഉൾപ്പെടുത്താൻ സാധിക്കില്ല. ഇതാണ് ജെറോം റോത്തൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. 18 മത്സരങ്ങളാണ് റയൽ മാഡ്രിഡിന് വേണ്ടി കിലിയൻ എംബപ്പെ കളിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് 9 ഗോളുകൾ അദ്ദേഹം നേടി എന്ന് പറയുമ്പോൾ 3 ഗോളുകൾ പെനാൽറ്റി ഗോളുകളായിരുന്നു. കഴിഞ്ഞ മത്സരത്തിൽ വിനീഷ്യസ് ജൂനിയർ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു ഇടത് വിങ് പൊസിഷനിൽ കളിക്കാൻ കിലിയൻ എംബപ്പയ്ക്ക് കഴിഞ്ഞിരുന്നു. തൻ്റെ യഥാർത്ഥ പൊസിഷനിലേക്ക് തിരിച്ചെത്തിയിട്ട് പോലും എംബപ്പെ മത്സരത്തിൽ മോശം പ്രകടനമായിരുന്നു നടത്തിയിരുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.